ചന്തയിലൊക്കെ നിറയെ ചെടികളുടെ കളക്ഷൻസ് ആയിരുന്നു. റോസാപ്പൂവിൻ്റെ കളക്ഷൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ റോസാ ചെടികളുണ്ടായിരുന്നു, പല കളറിലുള്ളതും വലുപ്പത്തിലുള്ളതും പല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ ചെടികൾ കുറേ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. അത് 80 രൂപയും 100 രൂപയൊക്കെയാണ് റോസാ ചെടിക്കൊക്കെ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം മെയിനായിട്ടുള്ള സാധനമായ അലുവയും പൊരിയും വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കാത്തുനിന്നത്. അങ്ങനെ നമ്മൾ അലുവയും പൊരിയും വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹൽവകൾ വന്നതായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുനാഫ ഹൽവ, അതുകൂടാതെ പിന്നെ സീഡ് ഹൽവ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹൽവകൾ അവർ പ്രത്യേകം എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പേര്. നമ്മൾ പോയ ഷോപ്പിൽ നിന്ന് നമുക്ക് കറുത്ത ഹൽവ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നവർ. കാരണം നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവർ തന്നു. അപ്പോൾ ഇതാണ് കുനാഫ ഹൽവ. കുനാഫ ഹൽവ അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറേ പേരുകൾ, അതായത് വെറൈറ്റി ഹൽവേൻ്റെ പേരുകളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാനും മനസ്സിലാക്കി വാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ കുനാഫ ഹൽവ അടിപൊളിയായിരുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.